നിവിൻ പോളിയുടെ പെർഫോമൻസ് ഇല്ലേ, നാച്ചുറൽ ആക്ടർ. അതുപോലെ നിവിൻ പോളിയും അമിതൊക്കെ എന്ത് രസമായിട്ട് അഭിനയിച്ചെന്ന് അറിയാമോ? നിവിൻ ആയാലും അമിത ആയാലും പെർഫോമൻസ് കൊണ്ട് വളരെ ഗംഭീരമായിട്ട് ചെയ്തു. എടാ ബ്യൂട്ടിഫുൾ മൂവി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണത്തിന് സമ്മാനമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗിരീഷ് ഡയറക്ഷൻ അയാൾ എഴുതിയേക്കുന്ന കഥ അത് പുള്ളിക്ക് പറ്റുള്ള ആ സാധനം എഴുതി റെഡിയാക്കാനായിട്ട്. അതുപോലെ നിവിൻ പോളിയും അമിതൊക്കെ എന്ത് രസമായിട്ട് അഭിനയിച്ചെന്ന് അറിയാമോ? അതിൽ മറ്റേ സംഗീത് പ്രതാപ്, സുരേഷ് കൃഷ്ണ, അത് ബാക്കിയുള്ള എല്ലാ ആർട്ടിസ്റ്റും, ശ്രേയയുടെ എല്ലാവരും ഒന്നിനൊന്നും മികച്ചത്. എന്ത് ഭംഗിയുള്ള പടമെന്ന് അറിയാമോ? ഓണത്തിന് എന്തായാലും തിയേറ്ററിൽ 100 കോടി 200 കോടി അടിക്കേണ്ട പടമാണ്. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ പടമാണ്. തിയേറ്ററിൽ പോയി കാണുക, തിയേറ്റർ മിസ്സാക്കരുത്. കാരണം തിയേറ്ററിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ എന്ത് ടെൻഷൻ എന്തിനുണ്ടെങ്കിലും അലിഞ്ഞില്ലാതെയാവും. അത്രയ്ക്ക് എടുക്കാൻ പടമാണ്. അതുകൊണ്ട് എന്തായാലും ഈ കോംബോ നമുക്ക് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ അറിയാലോ. നിവിൻപോളി അമിത ആ ഒരു ഏജ് ഗ്യാപ്പ്, പിന്നെ എങ്ങനെയായിരിക്കും അപ്പൊ അത് എടുക്കാൻ പറ്റുക. നിവിൻ ആയാലും അമിത ആയാലും പെർഫോമൻസ് കൊണ്ട് വളരെ ഗംഭീരമായിട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരു ബോറിംഗ് തോന്നില്ല. നമുക്ക് ആ ഒരു കോംബോനെ പറ്റിയൊരു കുറ്റവും പറയാൻ പറ്റില്ല. പക്കയായിട്ട് എടുത്തത് മച്ചാനെ അടിപൊളി പടം. എന്താ കണ്ടിട്ട് ഒരു പ്രാവശ്യം കൂടി കണ്ടുകൊണ്ടിരിക്കാൻ പോണ്. അത്ര ഗംഭീരമായിട്ടുണ്ട് എന്തായാലും. പിന്നെ ഇത് ഗിരീഷ് ഏടിയുടെ നിവിൻ പോളിയുടെയും പടം ആയതുകൊണ്ട് മാത്രം ടിക്കറ്റ് എടുത്തതാണ്. ആ ടിക്കറ്റ് എടുത്തതിന്റെ ഒരു ഇതും വെറുതെ ആയില്ല. പൈസ ക്യാഷ് മുതലായി എന്ന് വേണമെങ്കിൽ പറയാം. പടം പ്രാവശ്യത്തെ ഓണം നിവിൻ പോളി തൂക്കിയിട്ടുണ്ട് കേട്ടോ. നിവിൻ പോളി ഗിരീഷ് ഏടി ടീം കൊണ്ടുപോയി. ഒന്നും പറയാനില്ല. കിടിലൻ പടം എന്ന് വെച്ചാൽ ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന നല്ലൊരു എന്റർടൈനർ മൂവി. അടിപൊളി പടം എന്ന് വെച്ചാൽ നമുക്കൊരു മോശം പോലും ഒന്നും പറയാനില്ല. നന്നായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഓരോ ഡയലോഗുകളും ജീവിക്കുന്ന തിയേറ്ററൊക്കെ തകർക്കുമായിരുന്നു. അതുപോലെ കൈയിടിപ്പുകളുമായിരുന്നു. നല്ലൊരു സിനിമ കേട്ടോ. ധൈര്യമായിട്ട് കാണാം. കുടുംബമായിട്ട് വന്നാൽ ഒരു മോശം പറയാനില്ല. നിവിൻ പോളി കൊണ്ടുപോയി. എന്റെ പൊന്നേട്ടാ, ഞാൻ 100 റിവ്യൂ പറഞ്ഞ മറ്റേ കയ്യടിക്കുക ചിരിക്കുക അമ്മാതിരി പടം. നമ്മുടെ ടെൻഷനൊക്കെ മാറിപ്പോവും. ചിരിക്കാണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. അമ്മാതിരി ഡയലോഗ്സാ സ്ക്രിപ്റ്റില്. നിവിൻ പോളിയുടെ പെർഫോമൻസ് ഇല്ലേ, നാച്ചുറൽ ആക്ടർ. അവൻ്റെ ഒരു ടീമുണ്ട്, ഗ്യാങ് ഉണ്ട്, സംഗീതൊക്കെ ഉള്ളത്, സുരേഷ് കൃഷ്ണൊക്കെ. അവര് നമ്മളെ ചിരിപ്പിച്ച് ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ഇല്ലാണ്ടാക്കും. പിന്നെ സെക്കൻഡ് ഹാഫിൽ നിവിൻ പോളി ഒന്ന് കരയും, നമ്മളും ഒന്ന് കരയും. അതാണ് ഫാമിലിക്ക് ഇഷ്ടപ്പെടും പട്ടം. ഓണം വിന്നർ. ഇത് നല്ല റെക്കോർഡ് കളക്ഷൻ അടിക്കാൻ ഭയങ്കര പോസിബിലിറ്റി ഉണ്ട്. നല്ല രീതിയിൽ ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നോക്കിക്കോ, നിവിൻ പോളിയുടെ കരിയറിലെ ഏറ്റവും വലിയ കളക്ഷൻ റെക്കോർഡ് അച്ചീവ് ചെയ്യുന്ന പടം ബദലേമായിരിക്കും. മനസ്സ് നിറഞ്ഞോ? ഭയങ്കര ഹാപ്പിയാണ്. ഈ പഴയ നിവിൻ പോളി ജനപ്രിയ നിവിൻ പോളി നിവിൻ പോളിക്ക് ഓൾറെഡി പെണ്ണുങ്ങളുടെ ആരമാണ് ചെയ്യുന്നത്. ഓക്കെ.